കഴിഞ്ഞ ദിവസം രാത്രി ഒരു 11 മണിക്ക് ഉമ്മ എന്നെ വിളിക്കുന്നു. വളരെ വിറയലോടുകൂടിയാണ് അവരെന്നോട് സംസാരിക്കുന്നത്. പേടിയുണ്ട്. കാരണം അവരുടെ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 14 വയസ്സുള്ളവള് ആത്മഹത്യാ ഭീഷണി നോക്കിക്കൊണ്ട് റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആരും മുട്ടി വിളിച്ചിട്ടും കേൾക്കുന്നില്ല. അകത്തുനിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ല. വളരെ പ്രയാസത്തിലാണ്. ഇതാണ് സിറ്റുവേഷൻ. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക്, അത്യാവശ്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചോളൂ. അതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾ ആ കുട്ടിയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഒരു ഹീലിംഗ് ചെയ്ത് നോക്കാം. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് ഫോട്ടോയും പേരും അയച്ചു തന്നു. ഞാൻ ഹീലിംഗ് ചെയ്തു. സാധാരണയായി ഹീലിംഗ് ആവശ്യമുള്ള ക്ലയന്റ് തന്നെ വീഡിയോ കോളിൽ വന്നാലാണ് ഞാൻ ഹീലിംഗ് ചെയ്യാറ്. അല്ലാതെ ഫോട്ടോ വെച്ച് ചെയ്യുന്നത് വളരെ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ ഉള്ളൂ. ക്ലയന്റിന്റെ കോൺസെന്റ് ഇല്ലാതെ ഹീലിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 15 വയസ്സ് താഴെയുള്ള കുട്ടിയാണ്. അതിൽ തന്നെ മാതാവാണ് എന്നോട് പറയുന്നത് എന്നുള്ളത് കൊണ്ടും ഞാൻ ചെയ്തു. പിന്നെ സിറ്റുവേഷൻ കുറച്ച് എമർജൻസിയാണ്. അന്ന് വിളിയൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് രാവിലെ ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി രാവിലെ കുളിച്ചു, കുഴപ്പമൊന്നുമില്ല, മദ്രസയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ട്യൂഷന് പോയിട്ടുണ്ട്, ഇന്ന് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു മൂഡിലല്ല ഇന്ന് കുട്ടിയുള്ളതെന്ന് പറഞ്ഞു. ക്വാണ്ടം ഹീലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപാരമായിട്ടുള്ള ശക്തിവിശേഷം ആളുകളിൽ പോസിറ്റീവായിട്ട് മാറ്റം വരുത്താനുള്ള അതിൻ്റെ ഒരു കഴിവ്, അത് പലപ്പോഴും എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാജിക് അല്ല, ഇത് ക്വാണ്ടം ഫിസിക്സ് ആണ്. പക്ഷെ എന്നാലും ക്വാണ്ടം ഫിസിക്സിനെ പോലും അതിൻ്റെ തിയറീസ് കുറച്ച് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ.